സർ, ചൈന ഇതാ ഇന്ത്യക്കാർക്കായി അവസരങ്ങളുടെ വലിയ വാതായനങ്ങൾ തുറന്നിടുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ യുവ പ്രതിഭകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത്. നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ H1B വിസ കാറ്റഗറിയിലുള്ള ഉള്ളവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ അതിൽ അമേരിക്ക ഉയർത്തിയിരിക്കുന്ന ഒരു ഫീസ്, ഇതിനുള്ള ഒരു ചൈനയുടെ ഒരു ചെക്ക് എന്നൊക്കെ പറയാം. ചൈന ഒരു വിസയുമായി ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യക്കാർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അശോക് സർ, യഥാർത്ഥത്തിൽ എന്താണ് ചൈനയുടെ ഈ വിസ? ഒപ്പം ഇന്ത്യക്കാർക്ക് ഇതിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? നേട്ടമുണ്ടെങ്കിൽ തന്നെ ആർക്കൊക്കെയാണ് സാധ്യത? ചൈനയുടെ അതായത് ലോകത്തുള്ള പ്രൊഫഷണലുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന ഇപ്പം ഈ വിസ എന്ന് പറയുന്ന സംഗതി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം പെട്ടെന്ന് അമേരിക്കയുടെ ഒരു ഹാലിളക്കം കണ്ടിട്ട് അവർ സ്ഥാപിച്ചു തുടങ്ങിയതൊന്നുമല്ല. ഈ വർഷം ഓഗസ്റ്റ് 22-ാം തീയതി ഇതിന്റെ പ്രോസസ്സിങ് ഇതിനെപ്പറ്റിയുള്ള ആദ്യത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പം ചൈന എന്ന് പറയുന്നത് മറ്റേ ടിയാൻമെൻ സ്ക്വയർ സംഭവത്തിന് ശേഷം ടെക്നോളജിയിലും സയൻസിലും പേറ്റന്റിലും ഒക്കെ വളരെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പം അവർക്ക് പുതിയ പുതിയ ആളുകളെ, പുതിയ പ്രൊഫഷണൽസുകളെ ആവശ്യമുണ്ട്. അതുവഴി അവരുടെ വ്യവസായവും വ്യാപാരവും ടെക്നോളജിയും പേറ്റന്റിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ വികസിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ചൈനയുടെ വാതിലുകൾ അവർ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. ഈ വിസ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു വിസ സംവിധാനമാണ്. അതിന് ആകപ്പാടെ അതിന്റെ ഫീസ് എന്ന് പറയുന്ന 10,000 രൂപയെ താഴെയുള്ളൂ. 8,000 ശിഷ്ട രൂപയാണ് ഇന്ന് കണ്ടത്. അപ്പൊ അത് സ്റ്റെം എന്ന് പറയുന്ന, അതായത് സയന്റിസ്റ്റ്, ടെക്കീസ്, എഞ്ചിനീയേഴ്സ് ആൻഡ് മാത്തമെറ്റീഷ്യൻസ്, ഇത്രയാണ് അവർ വിളിച്ചേക്കുന്നത്. അത് ആ സ്റ്റെമ്മിൻ്റെ അകത്തെ അവര് ലിസ്റ്റ് ചെയ്തേക്കുന്ന ആളുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. അതായത് അടിസ്ഥാനപരമായ ശാസ്ത്ര പഠനങ്ങൾക്കും പേറ്റന്റ് റൈസിങ്ങിനും വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് അവര് വിളിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവരുടെ ഭാഗമായി, അതായത് ചൈനയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ചൈനയിൽ ഈ വിസ പ്രകാരം അവിടെ എത്തുന്നതിന് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് അവിടെ ഹാജരാകാം. അത് ഗ്രാജുവേറ്റ് തൊട്ട് മാത്തമെറ്റീഷ്യൻ വരെയുള്ളവർക്ക് നേരിട്ട് അവിടെ ഹാജരായിട്ട് അവിടെ ചെന്നതിന് ശേഷം വേണമെങ്കിൽ കമ്പനികളിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് 2-3 ക്ലാരിഫിക്കേഷൻ കൂടെ വരാനുണ്ട്. ഒന്ന്, ഇതിന്റെ ഏജ് ലിമിറ്റിനെ പറ്റിയുള്ളതാണ്. യങ്ങർ ജനറേഷൻസിനെയാണ് ആകർഷിക്കുന്നത്. പക്ഷെ ഈ യങ്ങർ എന്നുള്ളതിന് ഒരു സ്പെസിഫിക് ഏജ് ലിമിറ്റ് അവർ വെച്ചിട്ടില്ല. അത് 40 ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 40 വയസ്സിൽ താഴെയുള്ള പ്രൊഫഷണൽസുകൾ അവർക്കാണ് സ്വീകാര്യത ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീടുള്ള അടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ സ്റ്റേ ബാക്ക് പീരീഡിനെ പറ്റിയുള്ളതാണ്. എത്രയാണ് അവിടുത്തെ സ്റ്റേ ബാക്ക് പീരീഡ് എന്ന് അവർ പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് ഇപ്പം H1B വിസ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ സ്റ്റേ ബാക്ക് പീരീഡാണ് അത് ഓഫർ ചെയ്യുന്നത്. ഇവിടെ എത്രയാണ് എന്നുള്ളത് അവരിനിയും വ്യക്തമാക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇവരുടെ താമസ സൗകര്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെയുള്ള ചൈനീസ് നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ ചൈനയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ റെസിഡൻസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം, അതായത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇത്രയധികം ക്ലാരിഫിക്കേഷൻസ് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട ഒരു സംഭവമാണ്. ഇതിപ്പം അമേരിക്കയുടെ ഹാലിളക്കം കണ്ടിട്ട് അവർ ചെക്ക് വെച്ചതായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു തറോ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ട് എടുത്താൽ മതി. ഇപ്പൊ UK-യും സ്വാഭാവികമായിട്ട് അവർ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഫഷണൽസുകളെ അവർ വിളിക്കുന്നുണ്ട്. പിന്നീട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യൻ ടെക്കുകളും സയന്റിസ്റ്റുകൾക്കും ഒക്കെ നല്ല സ്കോപ്പുണ്ട്. പക്ഷേ കേരളത്തിനൊരു സവിശേഷമായ സ്കോപ്പുണ്ട്. അതായത് ഇവിടെ ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പിന്നീട് PhD ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ചൈനയിൽ പോയിട്ട് അവരുടെ ബിസിനസ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നേടാനോ ഒക്കെ സഹായിക്കും. എന്ന് പറഞ്ഞ വൈലോപ്പള്ളിയുടെ വാഴക്കൊല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. ചങ്കിലെ ചൈനയൊക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതിന്റെ ക്വാളിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ് അവർ വളരെ ഭംഗിയായിട്ട് നിരീക്ഷിക്കും. അതുകൊണ്ട് ചങ്കിലെ ചൈനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള എല്ലാവർക്കും ഒന്നും അവിടെ തൊഴിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് ഒക്കെ നല്ലത്. പക്ഷേ ഒരു ഫിനിഷിംഗ് സ്കൂളൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അക്കാര്യത്തില് നോർക്കായ്ക്കും അതുപോലുള്ള നൈപുണ്യ കേന്ദ്രങ്ങൾക്കും ഒക്കെ ധാരാളം കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ ഒരു 10% ചൈനയ്ക്ക് നികത്താൻ കഴിഞ്ഞേക്കും. കാരണം അവിടെ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. ഓപ്പർച്യൂണിറ്റി കൂടുന്നതിനനുസരിച്ച് ബിസിനസ്സുകൾ കൂടും. ശമ്പളത്തിന്റെ കാര്യത്തിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബിസിനസ് എന്ന് പറയുന്ന കാര്യം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ട്രേഡ് യൂണിയൻ നടക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം സാധ്യത വളരെ കുറവാണ്. അവരെ പിടിച്ച് എവിടെയെങ്കിലും ജയിലിലോ ഇടും എന്നുള്ളതാണ് അതിനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഒരു തൊഴിൽ തേടി പോകാനാണെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഈ ചൈനയുടെ വിസ എന്ന് പറയുന്നത് വളരെ ആകർഷകമായിട്ടുള്ള ഒരു പ്രപ്പോസലായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ചൈന വിസയുമായി മുന്നോട്ട് പോവുകയാണ്. H1B വിസ അപേക്ഷയ്ക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ച അമേരിക്കയുടെ തീരുമാനം ഇന്ത്യക്കാരിലേറെ പരിഭ്രാന്തി പരത്തിയിരുന്നു. ഒരുപാട് പേർ അതിൽ ആശങ്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയുടെ ഈ വിസ യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ വലിയ അവസരമാണ് ചൈന ഒരുക്കാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല ഒക്ടോബർ 1-ാം തീയതി മുതൽ വിസ പ്രാബല്യത്തിൽ വരും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സാർ. ഒരു മിനിറ്റ് അഖിലെ, സമയം ഓക്കെ ആണോ ചേച്ചി? ടൈം ഓക്കെ അല്ല, 7:55 ഉള്ളൂ. എന്തായാലും ഒന്ന് ചേച്ചി അറ്റ്ലീസ്റ്റ് ഇൻട്രോ ഒന്ന് ഇതാക്കിയാൽ മതി, വലുതാക്കിയാൽ മതി. ഞാൻ കൺക്ലൂഷൻ പറയട്ടെ. റോളിംഗ്. യെസ്, എന്തായാലും അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ചൈന ട്രംപിന് ചെക്ക് വെച്ചതാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ വിസയുമായി നേരത്തെ തന്നെ ചൈന ഇത്തരം കൂടിയാലോചനകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ അടുത്താണ് ട്രംപ് H1B വിസക്കാരുടെ ഫീസ് ഉയർത്തിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനു മുൻപേ തന്നെ ചൈന വിസയുമായുള്ള പദ്ധതികളും ചർച്ചകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയാണ് വിസ പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം വരുന്ന H1B വിസ ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരിൽ ട്രംപ് ഈ H1B വിസയ്ക്ക് ഉയർത്തിയ ഫീസ് വളരെയേറെ ആശങ്കയും പരിഭ്രാന്തിയും ഒക്കെ ഉയർത്തിയിരുന്നു. ഈ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനിടെയാണ് യുവശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യമുള്ള യുവ പ്രതിഭകളെ തേടി ചൈനയുടെ വിസ എന്ന പദ്ധതി എത്തുന്നത്. പലരും ഇതിൽ ഒരുപാട് ആകൃഷ്ടരാണ്. ഇത്തരത്തിൽ സയന്റിഫിക്കലി റിസർച്ച് നടത്തുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ പഠനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ, അവർക്കൊക്കെ ചൈനയുടെ ഈ വിസ അവസരങ്ങളുടെ വലിയ വാതായനങ്ങളാണ് തുറന്നിടുന്നത്. പക്ഷെ അപ്പോഴും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ചൈന തീരുമാനിച്ചു. ട്രംപിനുള്ള മറുപടിയാണ് എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ കൃത്യസമയത്ത് H1B വിസയിൽ ട്രംപ് ഉയർത്തിയിരിക്കുന്ന ഫീസ്, അതിനെ തുടർന്നുണ്ടാവുന്ന ചില വിവാദങ്ങൾ, ചർച്ചകൾ, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചൈനയുടെ വിസ എത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ളത് പല ചർച്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ചൈന വിസയുമായി രംഗത്തെത്തുന്നത്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം ആവശ്യമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഈ വിസ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരെ മാത്രമല്ല, ലോകത്തുള്ള യുവ പ്രതിഭകളെയാണ് ചൈന ലക്ഷ്യമിടുന്നത്.
പക്ഷെ ചൈനയുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അശോക് സാർ നേരത്തെ പറഞ്ഞ ഒരു തമാശ രൂപേണയാണെങ്കിലും പറഞ്ഞതുപോലെ വൈലോപ്പിള്ളിയുടെ വാഴക്കുല കൊണ്ടോ അല്ലെങ്കിൽ ചങ്കിലെ ചൈന എന്ന് പറഞ്ഞുകൊണ്ടോ പോയിട്ട് ഒരു കാര്യവുമില്ല. അതിവിദഗ്ധമായി സാങ്കേതിക വിദ്യകളിൽ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിലൊക്കെ പ്രവൃത്തി പരിചയമുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അത്രയേറെ ബുദ്ധി കൂർമ്മതയുള്ള വിവരമുള്ള ബോധമുള്ള ആളുകളെയാണ് ചൈന തേടുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വയ്ക്കുക. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് അശോക് സർ.